അഊദു ബിദിങ്കനാഹി മിനൽ ലുട്ടാഫിർ റജീം ബിസ്മിൽ ദിങ്കനാഹി റഹ്മാനിർ റഹീം. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. സംവാദത്തിൻ്റെ വേദിയിൽ വെച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതിൽ തെളിവുകൾ സംബന്ധിച്ച്, തെളിവ് വേണം എന്നത് സംബന്ധിച്ച് എതിർ സംവാദകനായിട്ടുള്ള ഹൈത്തമി അവിടെ വെച്ച് എന്നെ ചലഞ്ച് ചെയ്താൽ അവിടെ വെച്ച് തന്നെ തെളിവുകൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരു തെളിവ് പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല എന്നുള്ളത് പോട്ടെ. അതിനുശേഷം അദ്ദേഹം കാട് കയറി പലതും പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി എന്നോണം ഞാൻ പലതും തിരിച്ചും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനും പലതിനും തെളിവുകളൊക്കെ വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനുൾപ്പെടെയാണ് അന്ന് ഞാൻ പറഞ്ഞ വാദം. അതായത് തെളിവ് വേണം, തെളിവ് എവിടെ എന്ന് ഒരു ചോദ്യം ഹൈത്തമി ചോദിച്ചാൽ അതിനുള്ള തെളിവുകൾ, അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഹൈത്തമിയുടെ വയറ് നിറച്ചും കൊടുക്കും എന്ന് സംവാദവേദിയിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. സംവാദം നടന്നത് ഡിസംബർ 11-നാണ്. ഏതായാലും അത് കഴിഞ്ഞ് ഇത്രയധികം ദിവസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഇത്ര നാളായിട്ടും സംവാദത്തിൻ്റെ ആ ഒരു ബാക്കി പത്രം അദ്ദേഹം ജയിച്ചു, എന്നെ തേച്ചൊട്ടിച്ചു, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ അതിന് ശേഷം നടന്നു. എന്തായാലും ഇന്ന് വരേക്കും സംവാദത്തിൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സംഗതിക്ക് തെളിവ് ചോദിച്ചുകൊണ്ട് ഹൈത്തമി മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത്, വിശ്വാസികളായിട്ടുള്ള ആളുകൾ എൻ്റെ ഇൻബോക്സിലേക്ക് ഇങ്ങനെ വന്നിട്ട് പല ആളുകളുടെയും പോസ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു, തെളിവ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ, എന്താണ് ആ ഒരു സംഗതിയോട് എനിക്ക് പറയാനുള്ള നിലപാട് എന്നത് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ആ സംവാദത്തിൻ്റെ ഒടുവിലുണ്ടായത് എന്ന് അറിയാം, നിങ്ങൾക്കറിയാം. മതം വേണോ മനുഷ്യന് എന്ന സംവാദത്തിനൊടുവിൽ ഒരു മതം വേണം എന്ന് ഞാൻ സമ്മതിച്ചു. ഇതാണല്ലോ വിശ്വാസികൾ പാടി നടക്കുന്നത്. ഏതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും എൻ്റെ കയ്യിലൊരു കലിമയുണ്ട്, പറ്റിയ ഒരു മതം. ഈ പറഞ്ഞ ഞാൻ ആ 9 ക്വാളിറ്റിയൊക്കെ വെച്ച് കാണിച്ച ആ മതം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൊണ്ട് കാണിച്ചു തരാം. നേരെ ഞാൻ ആ കലിമ ചൊല്ലി അതിലേക്ക് രണ്ട് കാലും എടുത്തു വെച്ച് കയറുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് മതം വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം സംവാദത്തിന് 1-2 ദിവസങ്ങൾക്കൊക്കെ ശേഷം ഇത് സംബന്ധിച്ചിട്ട് ഹൈത്തമി പല ചാനലുകളിലും വന്നിരുന്നിട്ട് അതിൽ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും വിശദീകരണങ്ങളും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പലതിനുള്ള മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി എന്നോണം പല കാര്യങ്ങളും വിളിച്ചു പോയി. ഇൻസെസ്റ്റ് ഇസ്ലാമിലുണ്ട്, അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് അത് സമ്മതിക്കുന്ന രീതിയിലാണ്. ഈവൻ അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അത് ഇസ്ലാം നിരോധിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് സമ്മതിക്കുന്നതും നമ്മൾ അതിനുശേഷം കണ്ടു. അപ്പോൾ ഇവിടെ വിശ്വാസികൾ ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന സംഗതികളിലൊക്കെ സംശയമുള്ള ആളുകൾ ഇവിടെ കാണുന്ന വീഡിയോ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. വളരെ വിശദമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ സംവാദത്തിന് ശേഷം പല സമയങ്ങളിലായിട്ട് ഹൈത്തമി തന്നെ വന്നിരുന്ന് ഇതുപോലെ പല വിശദീകരണങ്ങൾ കൊടുത്തു. നടു റോഡിൽ ഇറങ്ങി നിന്ന് വരെ മറുപടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഹൈത്തമിയുടെ ശിങ്കിടികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകൾ മതനിഷേധികൾക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് പൊരി വെയിലത്ത് നിന്ന് മറുപടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പാവങ്ങളുടെ ഗതികേടും അവസ്ഥയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഏതായാലും അവിടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അന്ന് മുതൽ ഇന്ന് വരെ ഒരു സമയത്ത് പോലും ഹൈത്തമി നേരിട്ട് വന്നിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ട് ഇതിൻ്റെയൊക്കെ തെളിവ് എവിടെ എന്നൊരു ചോദ്യം ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് അബ്ദുൽ അസീസ് പൊന്മുണ്ടം എന്ന് പറയുന്ന ഒരു വിശ്വാസി, ഒരു മദ്രസ ജീവി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏതായാലും അദ്ദേഹം വലിയ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെല്ലുവിളിയാണ്, നാട്ടുകാരെ ഓടി വരൂ എന്നുള്ള ഒരു ലൈനിലാണ് കാര്യം. ആരിഫ് തെളിവില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവനെ പൂട്ടണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അപ്പോൾ അത് 2 പോസ്റ്റുകളാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഒന്ന് ഡിസംബർ 24-ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ദിവസം 2 ദിവസം മുന്നേ ജാനുവരി 1-ന് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഭാഗം 2 എന്ന് പറഞ്ഞ്. ടെക്സ് മുസ്ലിം മറുപടി പറയുമോ ഭാഗം 2. അപ്പോൾ ഭാഗം 1 നിങ്ങൾ ഈ കാണുന്നത്, ഭാഗം 2 ഈ കാണുന്നു. ഇങ്ങനെ 2 പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഈ 2 പോസ്റ്റിലുമായിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു 7 കള്ളങ്ങളാണ് അദ്ദേഹം കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തെ സമ്മതിക്കുന്നു. സാധാരണ വിശ്വാസികളായിട്ടുള്ള ആളുകൾ
ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വെക്കുക. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, നിങ്ങൾ മുഴുവൻ അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുഴുവൻ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു, അതല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു എന്നൊക്കെ അങ്ങ് ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പോവുകയാണ് സാധാരണ വിശ്വാസികൾ ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇദ്ദേഹം എണ്ണി ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് കള്ളം, ഏതൊക്കെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്, ഏതൊക്കെയാണ് ഉണ്ടയില്ല വെടി എന്നുള്ളത് വളരെ കൃത്യം നമ്പറിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ആദ്യത്തെ പോസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ ആദ്യത്തെ കള്ളം എന്ന് പറയുന്നത്, പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്ന, നരബലി നടത്താനും മനുഷ്യമാംസം കഴിക്കാനും പ്രേരിപ്പിക്കുന്ന മതം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനാണ് മലയാളത്തിലുള്ളത്. ഏതായാലും വളരെ സൗകര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്. അതിന് ഒരു പ്രത്യേക നന്ദി ഞാൻ നമ്മുടെ പൊന്മുണ്ടം സാഹിബിന് വെച്ച് തരികയാണ്. കാരണം നമ്മൾ ഉദ്ദേശം ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഈ സംവാദത്തിലൊക്കെ പറയുന്നത് ഇതുപോലെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് പറഞ്ഞ സംഗതികളൊക്കെ വിശ്വാസികളുടെ ഇടയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് കട്ട് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം, പിന്നെ വീഡിയോ ഉണ്ടാക്കണം, പ്രചരിപ്പിക്കണം, ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ട്രാൻസ്ക്രിപ്റ്റോട് കൂടി സബ് ടൈറ്റിൽ പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളിങ്ങനെ വെച്ച് തരുമ്പോൾ വിശ്വാസികൾക്ക് എളുപ്പമാണ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്ന് അന്വേഷിക്കാനും അതിൻ്റെ മറുപടി അവർക്ക് സ്വയം കണ്ടെത്താനുള്ള ഒരു വലിയ ഒരു അവസരമാണ്, ഒരു വാതിലാണ് നിങ്ങൾ തുറന്നിട്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കള്ളം ഞാൻ പറഞ്ഞതാണ്, ഇദ്ദേഹം കയ്യോടെ പിടികൂടി എന്നെ ഇങ്ങനെ നാണിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതൊന്നും ഇതാണ്, ഒന്നുകൂടി ഞാൻ വായിക്കാം. പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്ന നരബലി നടത്താനും മനുഷ്യമാംസം കഴിക്കാനും പ്രേരിപ്പിക്കുന്ന മതം ഇസ്ലാമാണ്. ഇത് ഇസ്ലാമിൻ്റെ തന്നെ കിതാബിൽ പഠിപ്പിക്കുന്ന, എഴുതി വെച്ചുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സംശയവുമില്ല. അതിൻ്റെ തെളിവ് ഹൈത്തമി ചോദിച്ചാൽ കൊടുക്കുമെന്നുള്ള വാദം ഇപ്പോഴും ഞാൻ അവിടെ മുന്നോട്ട് വെക്കുന്നു. ഹൈത്തമി വരട്ടെ. തൽക്കാലം പൊന്മുട്ട ഇടുന്ന താറാവൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത്, ഇദ്ദേഹം രണ്ടാമത്തെ പോസ്റ്റിൽ മറ്റൊരു 6 ചോദ്യം, അങ്ങനെ ആദ്യത്തെ ഒരു ചോദ്യം ഇതും കൂടി മൊത്തം 7 ചോദ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇസ്ലാമിലെല്ലാം ഒറ്റ സംഖ്യക്ക് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടായിരിക്കണം ഇപ്പോൾ 7 കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ഇനിയിപ്പോൾ ചിലപ്പോൾ 9 ആവാം, അങ്ങനെ 11, 33, അങ്ങനെ ഒറ്റ സംഖ്യകളാണല്ലോ എല്ലാം. ഏതായാലും ഇതിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നുണ ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബി, ആരോപണങ്ങളാണ് കേട്ടോ, ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ. മുഹമ്മദ് നബി പണ്ട് ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. ഞാൻ പറഞ്ഞ നുണയാണ്. മുഹമ്മദ് നബി പണ്ട് ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. 2, 44 സ്ത്രീകളാണ് മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നത്. 44 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭാര്യമാർ പെടും, വെപ്പാട്ടികൾ പെടും, അതുപോലെ ശരീരം ദാനം ചെയ്ത ആളുകൾ പെടും. വെപ്പാട്ടികൾ എന്ന് പറയുമ്പോൾ കോൺക്യുബൈൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന അടിമ സ്ത്രീകൾ, ഇത്രയും ആളുകളൊക്കെ അതിനകത്ത് പെടും. ശരീരം ദാനം ചെയ്ത ആളുകളുണ്ട് കേട്ടോ. കരളെ ഒരു കളി തരുമോ എന്ന് നബി നേരിട്ട് അങ്ങോട്ട് പോയി ചോദിക്കുന്നു. എന്നിട്ട് ശരീരം ദാനം ചോദിച്ചു വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതുകൂടാതെ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വന്നിട്ട് അത് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കഥയും അതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുൾപ്പെടെയാണ് 44 സ്ത്രീകൾ ആണ് മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നത് ജീവിതത്തിൽ. ചരിത്ര കിതാബുകളൊക്കെ എഴുതി കാണിച്ചാൽ അത് 44 എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മറുപടി വീഡിയോയിൽ അത് പറയുന്നുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ കള്ളം അതാണ്. ഇനി മൂന്നാമത്തേത്, ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു കൊള്ളയായിരുന്നു, അതൊരു യുദ്ധമേ അല്ലായിരുന്നു എന്നതാണ്